അടൂർ പ്രകാശിനോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഒരു ഫോട്ടോ കൊണ്ടുവരുന്നു, അന്നദാനം. അത് അന്നദാനത്തിന് പങ്കെടുത്തു. അടുത്ത ഫോട്ടോ നമ്മൾ കൊണ്ടുവന്നു, അത് വീടിൻ്റെ കൈമാറ്റം. ആ വീടിൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അടുത്ത ഫോട്ടോ നമ്മൾ വിടുന്നു, ബാംഗ്ലൂരുവിൽ വെച്ച് ഫ്ലാറ്റിൽ വെച്ച് കാണുന്ന സമ്മാനം സ്വീകരിക്കുന്നു. അതപ്പോൾ ഈന്തപ്പഴമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അടുത്ത ഫോട്ടോയും കൂടെ വിടാമെന്ന് വിചാരിക്കുന്നു. അത് വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ പോയി കാണുന്നു. ഒരു തവണ കണ്ടു എന്ന് പറഞ്ഞവർ ഒരു വോട്ടർ എന്ന നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ അടൂർ പ്രകാശിനോട് പിന്നെ ഇതെല്ലാം മാറ്റി പറയേണ്ടി വന്നില്ലേ? ഒന്നിന് പകരം നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം 5 പണം വന്നു. ഇപ്പോൾ നൂലുകെട്ടിനോ മറ്റോ ആണ് കുട്ടിയുടെ പരിപാടിക്കെന്തോ പോയതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ്റെ മുന്നിലേക്ക് അപ്പാപ്പൻ്റെ സപ്തതിക്ക് പോയി സമ്മാനം കൊടുത്തത് നമ്മൾ വിട്ടു. ഇപ്പോൾ അനന്തരവളുടെ മോക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോയത് വിടുന്നു. ഇവരെല്ലാം ഒന്നിലേറെ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത സൗഹൃദമുള്ളവരാണ്. എന്താണ് ഇടപാടെന്നൊന്നും നമുക്കറിയത്തില്ല, അതിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലുന്നുമില്ല. അത് അടൂർ പ്രകാശ് ആണെങ്കിലും ശരി, നമുക്കിപ്പോൾ ഊഹിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അടൂർ പ്രകാശിനും കടകംപള്ളി സുരേന്ദ്രനും ഈ ആൻ്റണിക്കും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് ഈ ചിത്രങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഈ രാഷ്ട്രീയ നേതാക്കളെ വെച്ച് കളിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് കള്ളത്തരം പിടിക്കപ്പെടുന്ന സമയത്ത് ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരുന്ന ചാനലിന് മണ്ടയ്ക്ക് കയറുക, അതാണ് അടൂർ പ്രകാശ് ഇന്നലെ ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ചാനൽ പൊട്ടിച്ചുകളയും എന്നൊന്നും പറഞ്ഞില്ല കടകംപള്ളി സുരേന്ദ്രൻ. എൻ്റെ ഓർമ്മ തെറ്റാണ്, ഇപ്പോൾ റിപ്പോർട്ടർ ആ ദൃശ്യം കാണിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്.